കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ പോകുന്നത് നമ്മൾ ടുഗദർ ലൈവ് ഇടുമ്പോൾ നമ്മുടെ ടുഗദർ ലൈവിൻ്റെ ലിങ്ക് നമ്മുടെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് തൊട്ട് താഴെ തന്നെ ഏറ്റവും താഴെ പ്ലസ് എന്ന് പറയുന്ന ഒരു സിമ്പൽ കാണുന്നുണ്ടോ? ആ സിമ്പൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലുള്ള ഒരു പേജ് ആയിരിക്കും ഇത് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ തന്നെയാണ് ഞാൻ നിങ്ങളെ അത് ചെക്ക് ചെയ്ത് കാണിക്കുന്നത്. അന്നേരം അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ഇത് വരുന്നത്. അതിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേ രീതിയിലുള്ളൊരു പേജാണ് നമുക്ക് ഓപ്പണായി വരുന്നത്. അതിൽ നമുക്ക് സെലക്ട് ഓഡിയൻസ് എന്ന് കാണിക്കുന്നുണ്ട്. ഒരു ബ്ലൂവിൽ മുകളിൽ എഴുതിയിട്ട് ഓഡിയൻസ് എന്നുള്ള എഴുതി കാണിക്കുന്നതിൻ്റെ അവിടെ തന്നെ സെലക്ട് ഓഡിയൻസ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ടല്ലോ, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാമത് നോ ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് അതിനകത്ത് ബ്ലൂ ഇതായിട്ടുണ്ട്. അന്നേരം അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് വരുവാണ്. ബാക്ക് അടിച്ച് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ എഴുതേണ്ട തൊട്ട് താഴെ തന്നെ ഗോ ലൈവ് ടുഗദർ എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും താഴെ തന്നെ ഒരു ഇതിനകത്ത് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റിൽ. അപ്പോൾ നമുക്ക് ഇതേ ഉള്ള ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമുക്ക് ഏറ്റവും മുകളിൽ തന്നെ കോപ്പി ഇൻവൈറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ് കിടക്കുന്നത് കണ്ടോ? അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ട് താഴെ തന്നെ കണ്ടോ ലിങ്ക്ഡ് കോപ്പിഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ടുഗദർ ലൈവ് ഇടുമ്പോൾ നമ്മുടെ ആ ലിങ്ക് ഉണ്ടല്ലോ, ആ ലിങ്കാണ് ഇപ്പം നമ്മൾ കോപ്പി ഒന്ന് തൊട്ടപ്പെടുത്തേന് ഇപ്പോൾ അത് കോപ്പി ആയേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മളിനി ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലിൻ്റെ വലത്തെ സൈഡിൽ ഒരു ആരോ മാർക്ക് കിടക്കുന്നുണ്ട് ഏറ്റവും മുകളിൽ. എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ റാണീസ് വേൾഡ് ഈസ് ലൈവ് എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇങ്ങേ എൻഡിൽ, ഇപ്പുറത്തെ സൈഡിലുള്ള വലത്തെ സൈഡിൽ ഇങ്ങേ എൻഡിൽ ഒരു ആരോ മാർക്ക് കിടക്കുന്നതുണ്ടോ? ആ ആരോ മാർക്കിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യണം. ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ രീതിയിലുള്ളൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. മുകളിൽ വാട്സാപ്പിൻ്റെ, ടെലിഗ്രാം, ഫേസ്ബുക്ക്, മെസ്സഞ്ചർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇത് ഷെയർ വിത്ത് യുവർ ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെ കാണുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞ് കാണും. നമുക്ക് ആവശ്യമില്ല. അതിൻ്റെ തൊട്ട് താഴെ ഷെയർ എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ആവശ്യമില്ല. അതിൻ്റെ ഏറ്റവും തൊട്ട് താഴെ തന്നെ ക്രിയേറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് കണ്ടോ? ആ ക്രിയേറ്റ് പോസ്റ്റ് എന്ന് പറയുന്നതിൽ ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ രീതിയിലുള്ള ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മളെ ഒരു ബ്ലൂവിൽ ഇങ്ങനെ കത്തിയണഞ്ഞ് നിൽക്കുന്നത് കണ്ടോ? ആ പോസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ അവിടെ തന്നെ കത്തിയണഞ്ഞ് നിൽക്കുന്നത് കണ്ടോ? ആ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് നമ്മളൊരു 2 സെക്കൻഡ് അവിടെ തൊട്ട് കഴിഞ്ഞ് നമ്മൾ കൈ എടുക്കുമ്പോഴത്തേന് അവിടെ പേസ്റ്റ് എന്ന് പറഞ്ഞും കാണാം, ഓട്ടോഫിൽ എന്ന് പറഞ്ഞും കാണാം. അതിൽ നമ്മൾ പേസ്റ്റ് എന്ന് പറയുന്നതിൽ നമ്മൾ തൊടുമ്പോഴത്തേന് ആ ലിങ്ക് നമുക്ക് ഇവിടെ കോപ്പി ആയിട്ടുണ്ട്. എന്നുള്ളത് നമ്മൾ ആ കോപ്പി ചെയ്ത ആ ലിങ്കാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതിനി ചെയ്യേണ്ടത്, ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണ് ഇപ്പം നമ്മളിത് ചെയ്യുന്നത്. നമ്മുടെ അതിൽ നിന്ന് വന്നിട്ട് നമ്മൾ കമ്മ്യൂണിറ്റിയിലാണ് ഇപ്പം ചെയ്യുന്നത്. അന്നേരം നമ്മളിനി അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്, ഇതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ പോസ്റ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് കണ്ടോ? ഒരു വെള്ളയിൽ ഒരു റൗണ്ടിൽ പോസ്റ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് കണ്ടോ? അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ടുഗദർ ലൈവിൻ്റെ ലിങ്ക്
നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ തൊട്ട് താഴെ തന്നെ നീലയിൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്ന കാണുന്നുണ്ടോ? ആ നെക്സ്റ്റ് എന്ന് പറയുന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ഇതേ രീതിയിൽ നമുക്ക് ഓപ്പൺ ആയിട്ടൊരു വെയിറ്റിംഗ് ഫോർ ഗസ്റ്റ് എന്ന് പറഞ്ഞ് ഇത് കാണുന്നില്ല. അന്നേരം അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് തൊട്ട് താഴെ തന്നെ നമുക്ക് ഗോ ലൈവ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് കണ്ടോ? ആ ഗോ ലൈവിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ടോ യുവർ ലൈവ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈവ് നമുക്ക് ഇപ്പോൾ മുതൽ നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ലൈവിൽ നമ്മുടെ കൂട്ടുകാർക്കോ ആർക്കായാലും കയറേണ്ടവർക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ നമ്മളിപ്പോൾ ഷെയർ ചെയ്ത പോസ്റ്റ് ചെയ്ത നമ്മുടെ ലിങ്ക് വഴി നമുക്ക് ഈ ടുഗദർ ലൈവിൽ നമുക്ക് കയറാൻ പറ്റാവുന്നതാണ്. എല്ലാ കൂട്ടുകാർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഓക്കേ.